തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘത്തിന്റെ അതിക്രമം. കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തിന് സമീപത്തെ കടയുടമയ്ക്ക് വെട്ടേറ്റു. 6 വാഹനങ്ങൾ ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു. രാഹുൽ ജി നാഥുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്കാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഗുണ്ടാസംഘം എത്തുന്നത്. ഏതാണ്ട് 7 പേരുണ്ടെന്നാണ് മണ്ണന്തല പോലീസ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവരിവിടെ എത്തുന്നു. തൊട്ടപ്പുറത്ത് ഒരാളെ തേടി എത്തിയതാണ്. രാജേഷ് എന്നാണ് പേര്. ആ വീട്ടിലേക്ക് എത്തുന്നു. ഒപ്പം ഒരു തർക്കമുണ്ടാകുന്നു. അപ്പുറത്തെ വശത്തെ കടയിലേക്കാണ് ഇവർ ആദ്യം എത്തിയത്. അങ്ങനെ ഒരു തർക്കമുണ്ടായി. കടയുടമയ്ക്ക് വെട്ടേൽക്കുന്നുണ്ട്. ശേഷം ഈ വഴിയിലുണ്ടായിരുന്ന വാഹനങ്ങൾക്കെല്ലാം ഏതാണ്ട് 6ഓളം വാഹനങ്ങൾ, ഈ കുടപ്പനക്കുന്ന് ഈ പ്രദേശത്തുള്ള 6ഓളം വാഹനങ്ങൾ തല്ലി തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ഇപ്പോൾ നമ്മുടെ വലിയ ആശങ്കയാണ് ഈ നാട്ടുകാർക്കുള്ളത്. നമ്മുടെ പ്രതികരിക്കുന്ന റെസിഡൻസിന്റെ പ്രസിഡന്റ് നമ്മുടെ ഉണ്ട്. സുരേഷ് ചേട്ടാ, എന്താണ് ഇന്നലെ സംഭവിച്ചത് രാത്രി? ഇന്നലെ രാത്രി ഒരു 11 മണിയോട് കൂടിയാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്. ഇവിടെ അടുത്തൊരു ബോംബ് എറിഞ്ഞ് ഭയങ്കരമായ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഉടനെ സിയെ വിളിച്ചു. ഞങ്ങളിവിടെ ആളെത്തിയ സമയത്ത് ഇവിടെയുള്ള അടുത്ത് കിടക്കുന്ന പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെല്ലാം അടിച്ച് തകർത്തിട്ടൊക്കെയാണ് കാണുന്നത്. ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് ഈ പെരിങ്ങാങ്ങോണം അമ്പഴംകോട് പ്രണതി റെസിഡൻസ് അസോസിയേഷൻ ഈ പ്രദേശം. അപ്പോൾ ഇന്നലെ മൊത്തം ആൾക്കാർക്ക് ഒരു ഭീതിജനകമായ ഒരു സംഭവമാണ്. ഈ ബോംബെറിയാനുള്ള കാരണം എന്താണ്? കാരണം ഇവിടെ ഈ എറിഞ്ഞ വിടുമാറ്റുള്ള എന്തോ തർക്കങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയുള്ളൊരു ആളുമായിട്ട് ഒരു പയ്യനുണ്ട്. അയാൾ മുമ്പ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു അയാളായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം സാധ്യതയുണ്ട്. കാഞ്ഞിരമ്പാറയുള്ള പാർട്ടികളാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്തായാലും ഈ കടയുടമയ്ക്കും വെട്ടേറ്റു. ആ തർക്കം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. കടയുടമയ്ക്കുള്ള അവിടെ വന്നിട്ട് എന്തോ സാധനം വാങ്ങിച്ചു. സാധനം ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടെ വാക്ക് തർക്കം ഉണ്ടായി. അയാളെ വെട്ടുകയാണ് ചെയ്തത്. അവർക്ക് 4 സ്റ്റിച്ചുണ്ട്. അദ്ദേഹം ഹോസ്പിറ്റലിലാണെന്നാണ് അറിയുന്നത്. എന്തായാലും വലിയ ആശങ്കയാണ്. വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം. ഈ നമ്മുടെ അറിവിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പ്രദേശത്ത് ഇങ്ങനൊരു സംഭവം. മൊത്തം ജനങ്ങളും ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ച് നിൽക്കുകയാണ്. അതായത് വലിയ വ്യാപകമായ രീതിയിലാണ് വാഹനം അടിച്ചു തകർത്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് അകത്തേക്ക് പോയി കാണാം. അതായത് മുഴുവൻ ഭാഗത്തെയും ചില്ലുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഈ വീട്ടിലെ വാഹനമാണോ? ഈ തൊട്ട് സമീപത്തുള്ള വീടുകളിലെ വാഹനം അവർ പാർക്ക് ചെയ്ത് ഇവിടെയാണ്. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ബോണറ്റ് എനിക്ക് തോന്നുന്നത് കത്തി കൊണ്ട്, വലിയ വടിവാള് കൊണ്ട് വെട്ടിയ തരത്തിലാണ് പാടുകൾ കാണാൻ കഴിയുന്നത്. ഒപ്പം ചില്ലുകൾ എല്ലാ വശത്തെയും ചില്ലുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. തൊട്ട് പിന്നിലുള്ള ഓട്ടോയുടെയും അവസ്ഥ അതാണ്. അങ്ങനെ 6 വാഹനങ്ങൾ ഇത്തരത്തിൽ തല്ലി തകർക്കുന്നു. തൊട്ടിപ്പുറത്ത് ആദ്യഘട്ടത്തിൽ ആ കടയിൽ നിന്ന് ഈ കടയുടമയ്ക്ക് വെട്ടേൽക്കുന്നുണ്ട്. തർക്കവുമായി ബന്ധപ്പെട്ട് എന്തായാലും അവർ ഇവിടേക്കാണ് എത്തിയത്. ഇവിടെയും കാണാം. ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വശത്ത് കിടക്കുന്ന ഓട്ടോയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. 7 പേരാണ് സംശയ പട്ടികയിലുള്ള. അവരെ പിടികൂടാനായിട്ടില്ല എന്നാണ് മണ്ണന്തല പോലീസ് പറയുന്നത്. എന്തായാലും അവരെ ഉടൻ പിടികൂടാൻ കഴിയും എന്നും പോലീസ് നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. മോത്തി രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഗുണ്ടാ വിളയാട്ടം.